പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി നിർമ്മാണത്തിൽ ഒയാസിസിന് നൽകിയത് പ്രാരംഭാനുമതി. ജലചൂഷണം ഉണ്ടാകില്ലെന്ന എക്സൈസ് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകിയത്. അനുമതി നൽകാൻ 2023-24 വർഷത്തെ മദ്യനയത്തിലെ വ്യവസ്ഥകളും ഉപയോഗപ്പെടുത്തി. KR സാജു വിശദാംശങ്ങൾ നൽകും. സാജു, ഇങ്ങനെ ഒരു അനുമതി നൽകണമെങ്കിൽ പ്രാരംഭഘട്ടമായി ചില വ്യവസ്ഥകൾ വേണം. ആ കഴിഞ്ഞ മദ്യനയത്തിലെ വ്യവസ്ഥകളിൽ ഒന്നുണ്ട്. ഒപ്പം തന്നെ ഈ ജലചൂഷണം ഉണ്ടാകില്ല എന്ന് ഏതെല്ലാം പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് നൽകിയത്? സൈഫുദ്ദീൻ, ഇതൊരു മൾട്ടി ഫീഡ് ഇതൊരു മൾട്ടി ഫീഡ് ഡിസ്റ്റിലറി യൂണിറ്റ് എന്ന നിലയിലാണ് ഈ പദ്ധതി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 600 കോടി രൂപ ചിലവുള്ള പദ്ധതിയാണ് സമർപ്പിച്ചിരുന്നത്. ഇതിനായി എക്സൈസ് കമ്മീഷണർ ഈ പദ്ധതി, ഒയാസിസ് ഗ്രൂപ്പ് സമർപ്പിച്ച പദ്ധതി പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന കമ്പനി നൽകുന്ന ഉറപ്പ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജലചൂഷണം ഉണ്ടാവില്ല എന്നതിന് 2 കാരണങ്ങൾ നിരത്തുന്നുണ്ട്. ഒന്ന്, ഈ പദ്ധതിക്ക് ആവശ്യമായ ജലം നൽകാം എന്ന വാട്ടർ അതോറിറ്റിയുടെ അനുമതിയുണ്ട്. ഒപ്പം തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ റെയിൻ ഹാർവസ്റ്റിംഗിലൂടെ വെള്ളം സംഭരിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഇത് രണ്ടുമുള്ളതിനാൽ ജലചൂഷണം ഉണ്ടാവില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന് അനുമതി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഫലങ്ങളായിട്ട് അരി ഉപയോഗിക്കുമ്പോൾ അത് ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന നിബന്ധനയോടുകൂടിയാണ് പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത് 330 ദിവസവും പ്രവർത്തിക്കുന്ന പ്ലാന്റ് എന്ന നിലയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഓരോ സീസണിലും ഇതിനകത്തുള്ള ഉപയോഗിക്കുന്ന ഫലങ്ങൾ ആ സീസൺ അനുസരിച്ച് മാറിയിരിക്കും. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇത് ഉണർവുണ്ടാക്കും എന്നുകൂടി എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അനുമതി നൽകിയത്. ഒപ്പം 2023-24 വർഷത്തെ മദ്യനയത്തിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ എന്ന സ്പിരിറ്റിന്റെ നിർമ്മാണം, അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ ഘടകമായ അതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ENSന്റെ ഉൽപാദനം സംസ്ഥാനത്ത് തന്നെ നടത്തും എന്ന് പറയുന്നുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്ലാന്റിന് അനുമതി നൽകുന്നത് എന്ന കാര്യം വിശദീകരിക്കുന്നുണ്ട്. ബ്രൂവറിയുടെ കാര്യത്തിൽ 2022-23 വർഷത്തെ മദ്യനയത്തിൽ തന്നെ ബ്രൂവറികൾ അനുവദിക്കാനുള്ള തീരുമാനവും സംസ്ഥാന സർക്കാർ എടുത്തതാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ നിലവിലെ മദ്യനയത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് ഒയാസിസ് ഗ്രൂപ്പ് പ്രപ്പോസൽ സമർപ്പിക്കുന്നത്. 24 ഏക്കർ സ്ഥലം കഞ്ചിക്കോട്ട് വ്യവസായ മേഖലയോട് ചേർന്ന് കമ്പനിക്ക് സ്വന്തമായി ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അപേക്ഷയാണ് സമർപ്പിച്ചത്. ആ അപേക്ഷയിന്മേൽ സർക്കാരിന്റെ നയങ്ങൾക്ക് വിരുദ്ധമല്ലാത്തതിനാൽ പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നു മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്നുകൂടി സർക്കാർ വിശദീകരിക്കുന്നുണ്ട്. ഉത്തരവിന്റെ പകർപ്പാണ് നമ്മൾ ഇന്ന് ആദ്യമായി പുറത്തുവിട്ടത്. ഇതോടൊപ്പം തന്നെ 2 രേഖകൾ കൂടി നമ്മൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ 2 വർഷത്തെ മദ്യനയത്തിൽ ഇത് പ്രതിപാദിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് ഇതുമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെയൊക്കെ ഇപ്പോൾ സർക്കാർ തള്ളിക്കളയാണ്. പ്രത്യേകിച്ച് ടെൻഡർ നടത്തിയില്ല എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷത്തു നിന്ന് പ്രധാനമായും ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം. അതിനെ സർക്കാർ നിരാകരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഓരോ സർക്കാരിന്റെ നയത്തിനനുസൃതമായി ഏതെങ്കിലും കമ്പനികൾ പദ്ധതികളുമായി വരുമ്പോൾ അവരുടെ പ്രപ്പോസൽ പരിഗണിച്ചുകൊണ്ട് അത് സർക്കാർ നയത്തിന് വിരുദ്ധമല്ലെങ്കിൽ അനുമതി നൽകുക എന്ന രീതിയാണ് നിലവിലുള്ളത്. ബാർ ലൈസൻസ് അടക്കമുള്ളവയുടെ കാര്യത്തിൽ ടെൻഡർ വിളിക്കുന്ന രീതിയില്ല. അപേക്ഷാ ഫീസും ലൈസൻസ് ഫീസും എത്രയാണോ അത് നൽകുന്ന എല്ലാ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് നൽകുകയാണ് ചെയ്യുന്നത്. എക്സൈസ് വകുപ്പിന്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് എന്ന വിശദീകരണം കൂടി വകുപ്പ് നൽകുന്നുണ്ട്. ഇതൊരു പദ്ധതിക്ക് പ്രാരംഭ അനുമതി നൽകുക മാത്രമാണ് ചെയ്തത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ മറുവശത്ത് പ്രതിപക്ഷമാകട്ടെ ഈ ഒയാസിസ് ഗ്രൂപ്പിന് ഡൽഹിയിലെ മദ്യ അഴിമതിയിലുള്ള പങ്കാളിത്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന്റെ പുറകിൽ അഴിമതിയുണ്ട് എന്ന് ആരോപിക്കുന്നു. ഒപ്പം തന്നെ പഞ്ചാബിൽ ഈ കമ്പനിക്കെതിരെ മലിനീകരണവുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനെതിരെ എതിർപ്പുമായി ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. സൈഫുദ്ദീൻ. ശരി സാജു.